ഉണ്ടാകാൻ കഴിയും. തിരുവനന്തപുരം പാർലമെൻറ്റ് പ്രതിനിധീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് നാം തീരുമാനിക്കേണ്ട പ്രധാനമായത്. ഉറപ്പായും നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്നവരാരും മറ്റൊരു ചിഹ്നത്തിലേക്ക് ഇപ്രാവശ്യമെന്നല്ല ഇന്നലകളിലും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. അതാണ് ഇവിടെ മുതിർന്ന ഇടതുപക്ഷ സഹയാത്രികരൊക്കെ വ്യക്തമാക്കി. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ദൗത്യം തീരുന്നില്ല എന്നുള്ളതാണ് നാം പറയാൻ പോകുന്നത്. നമ്മളൊരു വോട്ടിട്ടത് കൊണ്ടോ നമ്മുടെ വീട്ടിൽ 2 വോട്ട് ഉറപ്പിച്ചത് കൊണ്ടോ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കില്ല. കാരണം ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലായാലും ഒരു പഞ്ചായത്ത് വാർഡിലായാലും ജയിക്കുന്ന കക്ഷിയുടെ യഥാർത്ഥ വോട്ടെന്ന് പറയുന്നത് അയാൾക്ക് കിട്ടിയതിൻ്റെ പകുതിയാണ്. ബാക്കി സമാഹരിക്കുക എതിരാളികളിൽ നിന്നും അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തന മികവ് കൊണ്ട് അവരോട് പിണങ്ങാതിരിക്കാനെന്നുള്ള ഇഷ്ടത്തോടു കൂടി ഒരുപക്ഷെ ആ ജയിപ്പിക്കാൻ വേണ്ടി വോട്ടിടുന്ന പ്രസ്ഥാനത്തോട് താല്പര്യമില്ലെങ്കിലും കൂടെ സഹകരിക്കുന്നവരുടെ സഹകരണം വേണമെന്ന ചിന്താഗതിയുടെ കുറേ ആളുകൾ വോട്ട് ചെയ്യും. ആ വോട്ട് എങ്ങനെ സമാഹരിക്കാം എന്നുള്ള ദൗത്യമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രചാരകരായ നമ്മുടെ ചുമതലയും ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ നമ്മുടെ ഈ ബൂത്തിൽ തന്നെ വരുന്ന 500, 700, 1000 വോട്ട് വരും. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഇടതുപക്ഷ ചിഹ്നത്തിനെ വോട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ LDF ആയി നിൽക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നവർ 100, 200 പേരെ ഉണ്ടാകൂ പൂർണ്ണമായിട്ട്. എതിരാളിയേക്കാൾ ബഹുദൂരം നമുക്ക് വോട്ട് ഷെയറിംഗ് വർദ്ധിപ്പിക്കണമെങ്കിൽ, ഭൂരിപക്ഷം കൂട്ടണമെങ്കിൽ നമ്മൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നമ്മളാൽ കഴിയുന്നിടത്ത് മൈക്ക് കെട്ടി പറയണമെന്നല്ല, നമ്മളോട് സംസാരിക്കുന്നത് വഴക്കും ബഹളവും ഇല്ലാത്ത വിധത്തിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരും പ്രായഭേദ വ്യത്യാസം, ജാതി മത വ്യത്യാസമില്ലാതെ ഏറ്റെടുത്തേത്തി. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനെ വിലയിരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഒരു പ്രസ്ഥാനത്തോട് നെഞ്ചു ചേർത്ത് നിൽക്കുമ്പോഴും പ്രസ്ഥാനമെടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും നമ്മുടേതായ പിന്തുണ പറയുമെങ്കിലും നമുക്ക് അഭിപ്രായ വ്യത്യാസം വരാം. പക്ഷെ പൊതുവായ ലക്ഷ്യം അടുത്ത വരുന്ന 5 വർഷക്കാലം നമുക്ക് സൗഹാർദ്ദപരമായ ഒരു രാജ്യ സംവിധാനം വേണം. വിദേശ രാജ്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ അധികാരത്തിൽ കൈകടത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയുന്ന വർത്തമാനം ഉണ്ടാകാൻ പാടില്ല. ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ നിന്ന് പോലും അത്തരം വർത്തമാനങ്ങൾ വന്നുവെന്ന് വാർത്താമാധ്യമങ്ങൾ കേൾക്കുന്ന വായിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ബാഹ്യ ഇടപെടലുകൾക്ക് സാധ്യതയില്ലാത്ത ആഭ്യന്തരമായ കാര്യങ്ങളിൽ സൗമനസ്യമുള്ള ഒരു സർക്കാർ ഉണ്ടാകണം എന്നുള്ളതാണ്. പല വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ കൂട്ടായ്മ കോൺഗ്രസിനോട് പോലും സഹകരിക്കാൻ മനസ്സ് കാണിച്ചു. പക്ഷെ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും കോൺഗ്രസിൻ്റെ പ്രതിനിധി ജയിച്ചു പോയാലും അവിടെ പോയി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനുള്ളതല്ലേ, പിന്നെന്താ കുഴപ്പം? അവിടെ കുഴപ്പമുണ്ട്. ഇടതുപക്ഷത്തിന് പരമാവധി ജയിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ നിന്ന് പരിപൂർണമായും കൂടുതൽ സീറ്റുകൾ നേടി നമ്മൾ ഡൽഹിയുടെ ഈ പാർലമെൻറ്റിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമ്മുടെ ശബ്ദം ഉയർത്തിയെടുക്കാൻ കഴിയൂ. ആശയപരമായ ഭിന്നത, സാമ്പത്തികമായ നയങ്ങളിലുള്ള വൈരുദ്ധ്യം, മതപരമായ വിഷയങ്ങളിൽ പുലർത്തുന്ന വ്യത്യാസങ്ങൾ, ഇതിലെല്ലാം കോൺഗ്രസുമായി ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും ഭിന്നത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഒരു പരിധി വരെ യോജിക്കുന്നത് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തി കാണിക്കണം എന്ന് പറയുന്ന വിഷയത്തിലാണ്. മതാന്ധരെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന കാര്യത്തിൽ എങ്കിലും ചില കാര്യങ്ങളിൽ കർശനമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും LDFൻ്റെ ആളുകളെ പരമാവധി വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ കൊണ്ടുപോയില്ല എങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നാടിന് വേണ്ടി സംസാരിക്കാൻ ഒരാൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ തന്നെ സഖാവ് ചോദിച്ചല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്. ആ ചോദ്യമെന്ന് പറഞ്ഞത് ഇടതുപക്ഷത്തിന് തിരുത്തലിൻ്റെ കാര്യങ്ങൾ ചോദിച്ചതല്ല, നിലവിലെ MPയെ കുറിച്ചുള്ള അതൃപ്തികളുടെ നമ്മുടെ ആഴം മനസ്സിലാക്കാനാണ്. അവിടെ നമ്മുടെ ഒരു പ്രതിനിധി ഇല്ലാതിരുന്നു എന്നുള്ള കുറവുകളെക്കുറിച്ച് ചിന്തിക്കാനാണ്. BJP വന്നാലുള്ള അപകടം നമുക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ 3 കാര്യങ്ങളിലും വ്യക്തത നമുക്ക് വേണം. ഇവിടുത്തെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവമോ മികവുകളോ ഒന്നും പരിശോധിക്കാനുള്ള തിരഞ്ഞെടുപ്പല്ല. ഞാൻ എൻ്റെ 7ാം വയസ്സിൽ പുസ്തകമെഴുതി എന്ന് പറഞ്ഞതുകൊണ്ട് പാർലമെൻറ്റിന് അത് ഗുണകരമാകില്ല. ഞാൻ കോടീശ്വരനാണ് എന്നതുകൊണ്ട്
പാർലമെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് അതൊരു മാതൃകയുമല്ല. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിലെ വിഷയങ്ങൾ അയാൾക്ക് എങ്ങനെ പരിഹരിച്ചു കൊടുക്കാം, ഒരു സമൂഹത്തിന് എങ്ങനെ മാറ്റം വരുത്തി കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ജനപ്രതിനിധി പാർലമെൻറ്റിലുണ്ടാകണം. നമ്മളെ പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്ന ഒരാൾ ജയിച്ചു വരണം എന്ന് വെച്ചാൽ കൃഷ്ണപുരം മേഖലയിലെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാൻ അറിവുള്ള ആളാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് എന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ ഓടി അണയുന്ന നിരാലംബനെ നെഞ്ചോട് ചേർക്കാൻ മനസ്സുള്ള ഒരാൾ പ്രതിനിധി വരണം. അങ്ങനെയുള്ള ഒരാളെയാണ് ഇടതുപക്ഷം കണ്ടെത്തി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. സഖാവ് PKBയുടെ ദേഹവിയോഗത്തിന് ശേഷം അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തതാണ്. ഞാൻ മത്സരിക്കാം, എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്, അതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്ന സ്ഥാനാർത്ഥിയല്ല. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥികളും അങ്ങനെയല്ല. പാർട്ടി നിശ്ചയിക്കുന്നു, സീറ്റ് കൊടുക്കുന്നു, അവർ മത്സരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ അഭാവം നമുക്ക് വരുന്ന 5 വർഷം വലിയൊരു നഷ്ടമുണ്ടാക്കും. ഡോക്ടർ ശശിധരനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മളാരും ആക്ഷേപിക്കാനൊന്നും വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, ആരും മോശക്കാരൊന്നും ധാരണയില്ല. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ കാര്യങ്ങളിൽ എടുത്തു പറയാവുന്ന എന്ത് കാര്യം കഴിഞ്ഞ 15 വർഷമായി ചെയ്തു? 3 ടൈമാണ്. ഇതിനു മുമ്പേ ശ്രീ ചാൾസ് മാത്രമാണ് 3 പ്രാവശ്യം ജയിച്ചിട്ടുള്ളത് തിരുവനന്തപുരം പാർലമെൻറ്റിൽ. 4ാമത്തെ പ്രാവശ്യം നമ്മൾ ആശാൻ തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചു. അപ്പോൾ ഈ 15 വർഷം എനിക്ക് ചെറിയ കാലയളവല്ല. ഈ 15 വർഷക്കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ പറയാം കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലാത്തത് കൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തത്. കഴിഞ്ഞ പ്രാവശ്യം പറയാം കോൺഗ്രസ് അല്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ കഴിയും. പക്ഷെ അതിനു മുമ്പ് ഒരു 5 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് എടുത്തു പറയാവുന്ന കേന്ദ്രമന്ത്രിയായിരുന്നിട്ട് കൂടി എന്ത് പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരാളെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു MP-യുടെ അലങ്കാര പദവി വെച്ച് പാർലമെൻറ്റിൽ കയറിയിരിക്കാൻ വേണ്ട ഇടം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അരുത് എന്ന് പറയാനും അവരെ തിരുത്തിക്കാനുമുള്ള ഉത്തരവാദിത്വമാണ് നാം ഏറ്റെടുക്കേണ്ടത്. അവിടെ ഒരിക്കലും നമുക്ക് എതിരാളികളെ വ്യക്തിഹത്യ ചെയ്യണം.